എല്ലായിടങ്ങളിലും സ്ത്രീകളാണ് കൊട്ടിക്കലാശത്തിന് മുന്നണിയിൽ നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്രെയിൻ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണമാണ് അവിടെ നടക്കുന്നത്. വാഹനങ്ങൾക്ക് മുകളിൽ എല്ലായിടത്തും ആളുകൾ തിങ്ങി നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളാണ് ഏറ്റവും വീറുവാശിയുമുള്ള കൊട്ടിക്കലാശത്തിലേക്ക് എത്തുന്നത് എന്ന് വേണം കരുതാൻ. കൊല്ലത്തേക്ക് നമുക്കത് പോകണം. കൊല്ലത്ത് 2 താരങ്ങൾ, ഒപ്പം സിറ്റിംഗ് MP. കൊല്ലം ഇക്കുറി ആരെടുക്കും, കൊല്ലം ആര് കൊണ്ടുപോകും? ദിലീപ്. സുജയ, കൊട്ടിക്കലാശത്തിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഇതാ കൊല്ലം ചിന്നക്കട ജംഗ്ഷനിൽ വലിയ തോതിലുള്ള ആളുകൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. BJPയുടെ ആളുകളും എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ നേരത്തെ തന്നെ ബിന്ദു കൃഷ്ണയും കൂട്ടരും എത്തി. മുകേഷിന് വേണ്ടി വലിയ തോതിലുള്ള പ്ലക്കാർഡുകളുമായി, മുകേഷിന്റെ ചിത്രങ്ങൾ പതിച്ച പ്ലക്കാർഡുകളുമായിട്ട് ആളുകൾ എത്തിയിട്ടുണ്ട്. വലിയ തോതിലുള്ള, അതായത് 4 റോഡുകൾ ചേരുന്ന സംഗമ സ്ഥലമാണ് ചിന്നക്കട ജംഗ്ഷൻ. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ 3 പാർട്ടികൾക്കും മറ്റുള്ള സ്ഥലങ്ങൾ, ഒരു സ്ഥലം സ്വതന്ത്രർക്ക് വേണ്ടിയിട്ടാണ് പോലീസ് അനുവദിച്ചു കൊടുക്കുന്നത്. ഓരോരോ പാർട്ടികൾക്ക് നടുവിലായിട്ടും അതിര് തീർത്തുകൊണ്ട് തന്നെ പോലീസിന്റെ വലിയൊരു പട തന്നെ അവിടെ സുരക്ഷിതത്വം തീർക്കുന്നുണ്ട്. ആരും തന്നെ, അല്ലെങ്കിൽ പാർട്ടിക്കാരും തന്നെ ഒരു സംഘർഷത്തിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും തന്നെ പോലീസ് എടുക്കുന്നുണ്ട്. കൂടാതെ പ്രവർത്തകരെല്ലാവരും തന്നെ ആത്മസമയത്തിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ നൃത്തവാദികൾ, എല്ലാ പാർട്ടികളും തന്നെ അവരുടെ DJ സൗണ്ട്സും മറ്റു നൃത്തങ്ങളുമായിട്ട് തന്നെ ഈ ചിന്നക്കട ജംഗ്ഷനിൽ വലിയ തോതിലുള്ള നൃത്തങ്ങളായിട്ട് ഇനി വോട്ടിൻ്റെ, അതായത് പരസ്യ പ്രചാരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ തൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പാട്ടിലൂടെയും നൃത്തങ്ങളിലൂടെയും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ആ ദൃശ്യങ്ങളാണ് പലരും കണ്ടത്. മുകേഷിൻ്റെ പ്ലക്കാർഡുകളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. മറ്റൊരു സൈഡിൽ കോൺഗ്രസിന് UDF സ്ഥാനാർത്ഥികൾ ബലൂൺ അടക്കം വെച്ചുകൊണ്ട്, യൂണിഫോം ധരിച്ചുകൊണ്ട്, കണ്ണട ഇട്ട് യൂണിഫോം ധരിച്ചുകൊണ്ട് RSP നേതാവും UDFിൻ്റെ സ്ഥാനാർത്ഥിയുമായി NK പ്രേമചന്ദ്രന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ പ്രചരണാർത്ഥത്തിൻ്റെ അവസാന ലാപ്പ്, പരസ്യ പ്രചരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ എല്ലാ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും തന്നെ ഈ കൊല്ലം ചിന്നക്കട നഗരത്തിലേക്ക്, ചിന്നക്കട ജംഗ്ഷനിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. BJPയുടെ സ്ഥാനാർത്ഥി പറയേണ്ടത്. 3 സ്ഥാനാർത്ഥികളും എത്തിയിട്ടില്ല. 3 സ്ഥാനാർത്ഥികളും കൂടെ എത്തുമ്പോഴേക്കും ഇവിടെ വാശിയേറിയ, അല്ലെങ്കിൽ കാണേണ്ടതിരിക്കുന്ന പാട്ടുകളുടെ, ശബ്ദങ്ങളുടെ, പടക്കങ്ങളുടെ, ബലൂണുകളുടെ എല്ലാം തന്നെ ഒരു വർണ്ണവിസ്മയങ്ങളായിരിക്കും ഒരു പക്ഷേ നമ്മളെല്ലാവരും തന്നെ കാണേണ്ടിയിരിക്കുന്നത്. എല്ലാവരും തന്നെ അവരുടെ പാർട്ടി പതാകകൾ വീശി ഈ നിമിഷങ്ങൾ ആനന്ദകരമാക്കുന്നു. വലിയ തോതിലുള്ള സന്തോഷത്തിൽ തന്നെയാണ് എല്ലാ പ്രവർത്തകരും ഇപ്പോൾ പന്നൻ രവീന്ദ്രൻ ഒരു തലപ്പാവൊക്കെ വെച്ച് രാജപരിവേഷത്തിലാണ് പ്രചാരണം. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രചാരണം, അത് കുടം ചിഹ്നവുമായി തിരുനക്കരയിൽ ആണ് കൊട്ടിക്കലാശം. സജി മഞ്ഞക്കടമ്പിലും കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തിരുനക്കരയിൽ വൻ DJ ആണ് നടക്കുന്നത്. നമ്മുടെ PR പ്രവീൺ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നാടെങ്ങും ആവേശം. ഒരു തെരഞ്ഞെടുപ്പ് പൂരമാണ് കാണുന്നത്. തെരഞ്ഞെടുപ്പ് പൂരം, അതിന്റെ കുടമാറ്റം, അതിന്റെ മഠത്തിൽ വരവ്, അങ്ങനെ പല ചടങ്ങായിട്ടാണ് തൃശ്ശൂർ പൂരം നടക്കുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് പൂരത്തിന്റെ കൊട്ടിക്കലാശത്തിൽ അവിടെ ആളൊരുങ്ങി, അരങ്ങൊരുങ്ങി, ഇനി സ്ഥാനാർത്ഥി ഇങ്ങ് വന്നാൽ മതി എന്ന് പറഞ്ഞ് അണികൾ നിൽക്കുകയാണ് ആവേശത്തോടെ. ഇനി അങ്ങോട്ട് സമയം നോക്കിയാൽ 1 മണിക്കൂറും 25 മിനിറ്റും മാത്രം ബാക്കി. കൊട്ടിക്കലാശത്തോടെ പരസ്യ പ്രചാരണത്തിന് പരിസമാപ്തിയാവാൻ പോവുകയാണ്. അതിന്റെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇതുവരെ നടന്നും ഓടിയും വോട്ട് നേടിയ സ്ഥാനാർത്ഥികൾ പരസ്യ പ്രചാരണം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അണികളും ഒപ്പം പ്രവർത്തകരും എല്ലാവരും ആവേശത്തോടു കൂടി ആ കൊട്ടിക്കലാശത്തിലേക്ക് എത്തിയിരിക്കുന്നു. ദൃശ്യങ്ങളിലേക്ക്.